ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുത്തമ്പള്ളിയിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നക്ഷമോൻ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ ലൈറ്റ് അല്ല കേട്ടോ. ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിന് ഒരു ടീമുകളായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള ലൈറ്റാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മുടെ ഉത്സവത്തിൻ്റെ വ്ളോഗൊക്കെ വഴിയേ വരും കേട്ടോ. അതുപോലെ തന്നെ ഇതാ പുത്തമ്പള്ളി എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് തന്നെ ഇതാ രണ്ട് സൈഡിലും ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. സമയം 12 മണിയാണെന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. അത്രയ്ക്ക് ആൾക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അവിടെ എന്തൊക്കെ എക്സ്പോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എത്തുന്നത് നല്ല ലേറ്റ് ആയത് കാരണം അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും രാത്രി വരെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുത്തമ്പള്ളി എത്തുമ്പോൾ ഇതാ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. ടെക്സ്റ്റൈൽസും ബേക്കറിയും ഒന്നും അടച്ചിട്ടില്ല. എല്ലാവരും പെരുന്നാളിൻ്റെ ആ ഒരു രാവ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്കൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. പുത്തമ്പള്ളി കാണാൻ ശരിക്കും ഒരു കല്യാണ വീട് പോലെ ഉണ്ടായിരുന്നു. ഫുള്ള് ലൈറ്റും ബഹളവും ആളുകളും അതുപോലെ തന്നെ പലതരം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് തോന്നുന്നു പെരുന്നാളിൻ്റെ തലേദിവസം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത്രയും ഉഷാറാക്കുന്നത്. ഇനി എല്ലാ കൊല്ലം ഇതുപോലെയൊക്കെ ഉണ്ടാവും തോന്നുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ നേരെ പോയത് ഐസ് ബോട്ടിലേക്കാട്ടോ. വരുമ്പോഴേ നമ്മൾ പറഞ്ഞത് നമുക്ക് ഐസ്ക്രീം കഴിക്കണം എന്നാണ്. പക്ഷേ ഐസ്ക്രീം വണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്ന കാരണം ഞങ്ങൾ നേരെ ഐസ് ബോട്ടിൽ പോയി. അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കാര്യങ്ങളും ഐസ് ക്യാൻഡിയും വാട്ടർ ക്യാൻഡിയും ഒക്കെ കിട്ടും. നമ്മൾ മേടിച്ച 2 കസ്റ്റാർഡ് ആപ്പിളിൻ്റെയാണ്. ഞാനും 5 മാത്രമേ കഴിച്ചുള്ളൂ. ഏട്ടൻ കഴിച്ചില്ല കേട്ടോ. അവിടെ അതേപോലെ ഇപ്പോൾ ഇതാ ചായയുടെയും സെറ്റപ്പ്, പിന്നെ പെരുന്നാളായപ്പോൾ കുറേ കുലിക്കും അങ്ങനെ എന്തെങ്കിലും കുറേ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിച്ചത്. നമ്മുടെ നക്ഷമോനും ഐസിന് വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു. കുറച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവനങ്ങനെ ഐസും കാര്യങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ഈ തണുപ്പ് മക്കൾ കഴിച്ചാൽ അതറിയാലോ. പിന്നെ കണ്ടോ വണ്ടർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്ന ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ അവിടെ കുലുക്കി അടിക്കുന്നുണ്ട്. കുലുക്കി എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷേ നോക്ക്, നക്ഷമോനും മാമനും ലേറ്റ് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. നക്ഷുവിന് ഈ ലേറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം ഓരോന്ന് മേടിച്ചു കേട്ടോ. അത് പല ഫ്ലേവേഴ്സായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഐസ്ക്രീം വണ്ടി പോവുമായിരുന്നു. ഈ പോകുന്ന ഐസ്ക്രീം വണ്ടിനെ ഞങ്ങൾ പിടിച്ച് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചത് കേട്ടോ. ഞങ്ങൾ 3 പേരും മേടിച്ചു. ഇപ്രാവശ്യം ഏട്ടനും മേടിച്ചത്. ഞങ്ങൾ അവക്കാഡോ ആണ് മേടിച്ചത്. അത് മേടിക്കുമ്പോൾ നക്ഷമോ ഐസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഐസ്ക്രീമിൻ്റെ കോൺ കൊടുത്തിട്ട് തൽക്കാലം ഞങ്ങൾ അവനെ ഒതുക്കി. എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഈ മക്കൾക്ക് ഇപ്പം തന്നെ ഇങ്ങനെ ഐസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നേരത്തെ അവന് ജസ്റ്റ് ഒന്ന് സിപ്പ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ തന്നെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.